പ്രിയമുള്ളവരെ, ഞാൻ 50 വർഷമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ചിത്ര ഫീൽഡിലായിട്ട് ബോർഡ് എഴുതുക, ബാനർ എഴുതുക, അങ്ങനെ തുടങ്ങി വണ്ടിക്ക് എഴുതുക, ഇങ്ങനെയൊക്കെ പോകുന്ന അവസാനം ഗൾഫിൽ പോയി അവിടെയും ചില ചിത്രമണികളും ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് അങ്ങനെ പോയി അവിടുന്ന് തിരിച്ചു വന്ന് പിന്നെ ഞാൻ മീഡിയകൾ ഈ പത്രമാസികകളിലെ വരക്കാണ് ഇറങ്ങിയത്. അതിപ്പോൾ 26 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ 25 കൊല്ലം അത് ഈ കോഴിക്കോട് വെച്ച് തന്നെ, കോഴിക്കോടായിരുന്നു പ്രസിദ്ധീകരണങ്ങളിൽ, കോഴിക്കോടൻ പ്രസിദ്ധീകരണങ്ങളാണ് ഞാൻ വരച്ചുള്ളത്. അപ്പോൾ എൻ്റെ കൂടുതലും കലാസുഹൃത്തുക്കളൊക്കെ ഉള്ളത് കോഴിക്കോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വരയുടെ ഒരു 50 ആണ്ട് ആഘോഷിക്കുക എന്നുള്ളതിൽ എൻ്റെ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ നിന്നോട് പങ്കെടുക്കാൻ വന്നത്. ഒന്ന്, സഗീർക്ക എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നെ സഗീർക്ക ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ നേരെ മുമ്പിലെ വീട്ടിലാണ് താമസം. സഗീർക്ക വരുമ്പോഴും പോകുമ്പോഴും ഞാൻ നോക്കുമ്പോഴും സഗീർക്കനെ കാണുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ പക്ഷേ നമ്മൾ മാസങ്ങൾക്ക് ഇടയിൽ മാത്രമേ കാണാറുള്ളൂ. പലപ്പോഴും ഓൺലൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടി വളരെ വിപുലമായിട്ട് ചെയ്യേണ്ട ഒന്നായിരുന്നു. കൊറോണ കാരണം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വരയുടെ അരനൂറ്റാണ്ട് എന്ന ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സന്തോഷപൂർവ്വം ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇപ്പം ഞാൻ എത്തിക്കുന്നത്. നമ്മുടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ മാസ്ക് അഴിച്ചു വെച്ചു. അപ്പൊ ഈ ഒരു മാസ്കും ഇല്ലാതെ, മുഖം മൂടിയില്ലാതെ ഏറനാടിന്റെ കാലത്ത് 2016 അവസാനം മുതൽ കഴിഞ്ഞ വർഷം ആദ്യം വരെയുള്ള സമയത്ത് കലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കലാഫെസ്റ്റിവലിന്റെ ആലോചന യോഗം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ചന്ദ്രിക ആഴ്ച പതിപ്പ് വായിക്കാൻ തുടങ്ങിയ ഒരു കാലം. സഗീറിന്റെ ഉറ്റ സുഹൃത്തുക്കളും സഗീറിന്റെ ചിത്രകലാ ജീവിതം ഇഷ്ടമുണ്ട്, ഉള്ളുകൊണ്ട് സ്നേഹത്തോടുകൂടി നടക്കുന്നവരുമായില്ല എൻ്റെ മുമ്പിലെ സദസ്യരെ, ഇത് സംഘടിപ്പിച്ചില്ല ഇതിൻ്റെ മുഴുവൻ സംഘാടകര്. ഇതൊരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന സഗീർ എന്ന മനുഷ്യസ്നേഹിയായ കലാകാരന്റെ ഒരു തിരുമുറ്റം. അദ്ദേഹത്തിന് ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം വരിയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരയിലൂടെ പറയാം. മദനനെ തെളിയിച്ചിരിക്കുകയാണ്. സഗീറിനെ തന്നെ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന്
ഈ വക്കീലിനും അതുപോലെ തന്നെ ഉസ്മാനും ഷൗക്കത്തിനുമൊക്കെ നന്ദി പറയുന്നത്. കാരണം ഒരു കലാകാരനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ആദരിക്കേണ്ടത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനെയും കലാകാരനെയും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ, പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് രാമേന്ദ്രൻ, അദ്ദേഹമാണ് ഇതിന് മഞ്ചേരി കല എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ ഭാഗമായി ഇങ്ങനെ കോഴിക്കോട് വെച്ച് 4 ദിവസം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു. ഒതുക്കി പറയാൻ കഴിയുന്നില്ല. കാരണം അത് ഞാൻ പറയുമല്ലോ, വൈകാരികത കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇപ്പോ ശ്രീ മദനൻ കലയെപ്പറ്റി പറഞ്ഞു. ഇന്ന് രാവിലെ ഒരാളെന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് സഗീർ ഭായ് നമ്പൂതിരിയെ പോലെ അംഗീകരിക്കപ്പെട്ടില്ല എന്ന്. അതിന് കാരണം അദ്ദേഹത്തിന്റെ വഴികൾ അതിന് ഒരു അക്കാദമിക് പാരമ്പര്യമില്ല. അക്കാദമിക് ശിക്ഷണത്തെ പടിക്ക് പുറത്തു നിർത്തിയ ഒരാളാണ് സഗീർ ഭായ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരികളില് നമുക്ക് ക്ലാസിക്കൽ സംഗീതത്തിലൊന്നും കാണാൻ കഴിയില്ല. മറിച്ച് ഇവിടെ സംസാരിച്ചപോലെ നമ്പൂതിരിയെപ്പോലുള്ള ഒരു ക്ലാസിക്കൽ സംഗീതത്തെ വരികളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം പോലെ അക്കാദമിക് വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കുന്നത് ജൂണിലാണെങ്കിൽ അദ്ദേഹം ആരംഭിച്ചത് കലണ്ടർ വർഷം ജനുവരിയിലാണ്. അവിടെയൊക്കെ അതിന്റെ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ തിരച്ചീനമായിട്ടാണ് അദ്ദേഹം അതിനെ നേരിടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വരകളെ കുറിച്ചൊക്കെ പറയാം, അതിന്റെ ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാൻ തന്നെ കഴിയുന്നില്ല. കാരണം അതൊരു മൂഡാണ് സൃഷ്ടിക്കുന്നത്. പലപ്പോഴും ഇല്ലുസ്ട്രേഷൻ രചനയെ ആശ്രയിക്കുമ്പോൾ ഇവിടെ ഇല്ലുസ്ട്രേഷൻ സ്വതന്ത്രമായി നിൽക്കുന്നു എന്നാണ് എനിക്ക് ഒരു നിരീക്ഷണമായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഇല്ലുസ്ട്രേഷൻ ഇറ്റ്സെൽഫ് സേ സംതിങ് യുണീക്ക്. പലപ്പോഴും നമ്പൂരിക്കെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അതായിരുന്നു. അതില് OBGന്റെ ഒക്കെ വരകളിൽ ശ്രീ മദനനും സാധ്യമാക്കിയത് അതാണ്. യയാതിയുടെ AS നമുക്ക് കാഴ്ചവെച്ചതാണ്. ഈ അംഗീകാരത്തിന് മുൻകൈയെടുത്ത മഞ്ചേരിയിലെ സുമനസ്സുകൾക്ക് എന്റെ മോഹസിൻ സാറടക്കമുള്ള പ്രശസ്ത കവി നമ്മുടെ ഷൗക്കത്ത് അലി, അദ്ദേഹം ഇതിനെ ഒരുപാട് സ്വന്തം മനസ്സുകൊണ്ടും സ്വന്തം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇതിനെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൂടുതൽ സംസാരിക്കുന്ന ഇങ്ങോട്ട് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ നമ്മുടെ ബസ് വാഹന സമരങ്ങൾക്കിടയിലും വമ്പിച്ച വിജയമായി ഇന്നതിൻ്റെ 2ാം ദിവസമാണ്. സുഹൃത്തുക്കളായ കാർട്ടൂണിസ്റ്റുകളുടെയും ചിത്രകാരന്മാരുടെയും ഒരു സംഗമവും കൂടിച്ചേരലും പാട്ടും പറച്ചിലൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റ് മദനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകൾ ഇവിടെ സന്നിഹിതരായിരുന്നു. അവരൊക്കെ പലരും എൻ്റെ സ്കെച്ച് വരച്ചു. PK പാറക്കടവ്, ആകാശവാണി പ്രദീപ് കുമാർ, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ പത്ര ജീവിതത്തെക്കുറിച്ചും എൻ്റെ വരകളെക്കുറിച്ചും സംസാരിച്ചു. നല്ലൊരു ധന്യമായ ദിവസമായി ഇന്നും. ഇനി നാളെ സംഗീത മഹഫിലാണ്, നാളെ വൈകുന്നേരം. അത് കഴിഞ്ഞ് പിറ്റേന്ന് എന്നെ ആദരിക്കലാണ്. അതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, മാത്രമല്ല ഇവിടെ കോഴിക്കോടും ഒക്കെ ഇതിൽ വളരെ സജീവമായിട്ടാണ് ഇതിൽ പങ്കാളികളായത്.